നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം നടത്തിയ പ്രീ പോൾ സർവേയിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വൻ വിജയമാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ, ചാനലുകളാകട്ടെ, പത്രങ്ങളാകട്ടെ, ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ, ഒരു പ്രീ പോൾ സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം UDFന് അനുകൂലമായിട്ടാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഒരു സർവേ റിപ്പോർട്ട് പോലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് വിജയിക്കുമെന്ന് പറയുന്നില്ല. എന്നു മാത്രമല്ല, PV അൻവർ 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് പിടിച്ചേക്കാമെന്നും ആ പിടിക്കുന്ന വോട്ടുകളെല്ലാം CPM വോട്ടുകളായിരിക്കുമെന്നുമാണ് ഈ സർവേകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ ആവേശത്തിലുമാണ്. ആര്യാടൻ ഷൗക്കത്ത് 15,000-ൽ പരം വോട്ടിന് അവിടെ ജയിക്കുകയാണെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും പുതിയ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുമെന്ന കാര്യം വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിൽ തമ്പടിച്ചാണ് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും കയറി പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിജയം, UDF സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു പുതുജീവൻ പകർന്നു നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ CPMനും പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഷൗക്കത്തിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. M സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചു, അതുകൊണ്ട് വിജയിക്കണമെന്നില്ല എന്നാണ് ഒരു CPM നേതാവ്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു CPM നേതാവ് നമ്മളോട് പറഞ്ഞത്. കാരണം നിലമ്പൂരിൽ ഇടതുമുന്നണിയും CPMും സ്വതന്ത്രനെ നിർത്തേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലല്ലോ എന്നും നമ്മളുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചൊരു പോരാട്ടം നടത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലുമാണ്. CPM നേതൃത്വത്തിന് അവിടെ ഒരു സ്വതന്ത്രൻ വേണ്ട എന്നുള്ള നിലപാട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും. അതുകൊണ്ടാണ് M സ്വരാജ് എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിലേക്ക് എത്തിച്ചേർന്നതും. സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ ചെറിയൊരു വിജയപ്രതീക്ഷ CPMനുണ്ടായെങ്കിലും UDFലെ പടലപ്പിണക്കങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDFനൊരു അഡ്വാൻറ്റേജായി, ഒരു മുൻകൈയായി എല്ലാവരും എടുത്തു കാണിക്കുന്നത്. LDF പ്രതീക്ഷിച്ചതിനേക്കാൾ, CPM പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ UDF കോൺഗ്രസ് നേതൃത്വം അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വവുമായി ഉണ്ടായുള്ള പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞതും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുടെ വളരെ സംയോജിതമായ ഇടപെടലുകളും നിലമ്പൂരിൽ UDFന്റെ വിജയ സാധ്യത വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ UDF കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത്. ഏതായാലും ലീഗ് നേതൃത്വത്തിന് ഇതിൽ ഒരു പൂച്ചെണ്ട് തന്നെ നൽകണമെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെട്ടത്. ലീഗ് നേതൃത്വത്തിൻ്റെ വളരെ തന്മയത്വത്തോടുകൂടിയുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടതും അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു താഴത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് കോൺഗ്രസിനും UDFനും പ്രചരണത്തിൽ മുന്നിലെത്താൻ കഴിഞ്ഞത്. അൻവറിൻ്റെ പ്രചരണങ്ങളെ അല്ലെങ്കിൽ അൻവറിൻ്റെ ആരോപണങ്ങളെ അവഗണിച്ച് മുന്നേറാൻ UDFനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിൽ മുസ്ലിം ലീഗിനും വലിയൊരു പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ആ മാധ്യമങ്ങളാരും അവരുടെ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ സർവേകളിലും ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് നല്ല മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. 15,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങൾ നടത്തിയ സർവേ റിപ്പോർട്ടിൽ കാണുന്നത്. ഏതായാലും പൊതുവെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFന് ഒരു അനുകൂലമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ എല്ലാ സർവേകളും ഏകാഭിപ്രായക്കാരാണ്.